ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. ഏശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 9-ാം തിരുവചനം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. ഓ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ ദിവസം മുഴുവൻ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും വഴി നടത്തുകയും ഞങ്ങൾക്ക് ആവശ്യമായ കൃപയും ശക്തിയും നൽകുകയും ചെയ്യണമേ. നല്ല തമ്പുരാനെ, ഞങ്ങൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അങ്ങയുടെ ദാനമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ഇന്നിൻ്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും അങ്ങയെ ദുഃഖിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവിധ അപകടങ്ങളും രോഗങ്ങളും ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങളും ഞങ്ങളെ സമീപിക്കാതിരിക്കട്ടെ. അങ്ങയുടെ ദൂതന്മാരെ അയച്ച് ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവലേർപ്പെടുത്തണമേ. കർത്താവേ, അങ്ങേ പ്രഭാതത്തിൽ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരമരുളുമെന്ന്. അങ്ങയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സമയം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീർ കാണണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകൾ ശ്രവിക്കണമേ. ആരോടും പങ്കുവയ്ക്കാൻ പോലും കഴിയാത്ത ഞങ്ങളുടെ ഹൃദയഭാരങ്ങളെ അവിടുന്ന് അറിയുന്നുവല്ലോ. ഈശോയെ, എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ എങ്ങനെയാണ് യാചിക്കേണ്ടതെന്നോ ഞങ്ങൾക്കറിയില്ല. താങ്ങാനാവാത്ത സങ്കടങ്ങൾ ഞങ്ങൾക്കുണ്ട് നാഥ. കർത്താവേ, ഇന്ന് രോഗത്താൽ വേദനിക്കുന്നവർ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം നൽകാനായിട്ട് അങ്ങ് ഇറങ്ങി വരണമേ. സാമ്പത്തിക പ്രയാസങ്ങളിൽ കഴിയുന്നവർ അങ്ങയെ വിളിക്കുമ്പോൾ അവർക്കൊരു വഴി തുറന്നുകൊടുത്ത് അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരമെന്ന് പ്രവർത്തിക്കണമേ. കുടുംബ പ്രശ്നങ്ങളിൽ തകർന്നിരിക്കുന്നവർ അങ്ങയെ വിളിച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഭവനങ്ങളിൽ സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കാൻ കർത്താവെ അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പുതിയ പ്രത്യാശയും ധൈര്യവും നൽകണമേ. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ വേദനിക്കുന്ന മക്കൾ ഇന്നങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞില്ലാതെ വേദനിക്കുന്ന അനേകം ദമ്പതിമാർ പ്രാർത്ഥന ചോദിക്കാറുണ്ട്. അവരെല്ലാ സമയം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്ന മക്കളുടെ നിലവിളികളിലേക്ക് ഈശോയെ പ്രഭാതത്തിൽ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നാരൊക്കെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം സങ്കടങ്ങൾ കേട്ട് അവിടുന്ന് അവർക്ക് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കളെയെല്ലാം പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ജോലിക്ക് വേണ്ടി അലയുന്ന മക്കൾക്ക് കർത്താവെ അവിടുന്ന് ഒരു വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് മറുപടി നൽകുന്ന ജീവനുള്ള ദൈവമാണല്ലോ അങ്ങ്. ഞങ്ങളെ ഒരിക്കലും കൈവിടാത്തവനും ഉപേക്ഷിക്കാത്തവനുമാണങ്ങ്. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ. കാത്തിരിപ്പിൻ്റെ സമയങ്ങളിൽ ക്ഷമ നൽകണമേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുമ്പോൾ അങ്ങയുടെ സമയത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു.
മിശിഹാ കർത്താവേ, അങ്ങേ തിരുഹൃദയത്തിൽ എൻ്റെ ഈ നിയോഗത്തെ ഞാനിതാ കാഴ്ചവെക്കുന്നു. നിങ്ങളുടെ നിയോഗത്തെ ഈ സമയം സ്നേഹത്തോടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചേ. എന്നെ അങ്ങ് തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ തിരുവിഷ്ടപ്രകാരം പ്രവർത്തിക്കണമേ. അതെന്തെന്ന് അങ്ങേ തിരുഹൃദയം തീരുമാനിക്കട്ടെ. തിരുഹൃദയത്തെ മാത്രം ഞാൻ കരുതുന്നു. തിരുഹൃദയത്തിൽ വിശ്വസിക്കുന്നു. തിരുഹൃദയത്തിൻ്റെ കരുണയ്ക്ക് എന്നെ തന്നെ ഞാൻ വിട്ടുകൊള്ളുന്നു. മിശിഹാ കർത്താവേ, എന്നെ തോൽപ്പിക്കല്ലേ. വളരെ നാൾ ഞാൻ അപേക്ഷിച്ചു, എങ്കിലും ഓ മിശിഹായുടെ തിരുഹൃദയമേ, വീണ്ടും ഞാൻ എൻ്റെ അപേക്ഷയെ തുടരുന്നു. ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി അങ്ങയുടെ നിത്യപിതാവിനോട് ഒരു വലിയ അനുഗ്രഹത്തിനായി അങ്ങ് മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ തകർന്നതും രക്തമൊഴുകുന്നതുമായ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ ഇതിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേ വിലയേറിയ തിരുരക്തം കൊണ്ട് അരുണവർണ്ണമായ മേൽവസ്ത്രത്താൽ ആവൃതനായിരിക്കുമ്പോൾ നിത്യപിതാവിന് എൻ്റെ പ്രാർത്ഥനയല്ല, പിന്നെയോ അങ്ങയുടെ പ്രാർത്ഥനയെ കേൾക്കാതെ തള്ളിക്കളയുവാൻ നിവർത്തിയില്ല. വിശ്വസിക്കുന്ന ഈശോയെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഈ സമയം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കരയാനെനിക്കൊരു കരുണേകുനാഥ, കരയെല്ലാം കഴുകിടുവാൻ വരമേകുനാഥ, കൃപയേകുനാഥ, അനുതാപപൂരിതനാകുവാൻ. കരയാനെനിക്കൊരു കരുണേകുനാഥ, കരയെല്ലാം കഴുകിടുവാൻ വരമേകുനാഥ, കൃപയേകുനാഥ, അനുതാപപൂരിതനാകുവാൻ. നമുക്ക് ഈ സമയം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വലിയ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്.
ദൈവമായ കർത്താവിന് സ്തുതി.